ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്സ് ഇൻ മൈ ബാഗ് ആണ് കേട്ടോ. അപ്പൊ ഇതെന്റെ പോസ്റ്റിങ്ങിനും കോളേജിലും ഞാൻ കൊണ്ടുപോകുന്ന ബാഗാണ്. അപ്പൊ ഞാൻ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഹോസ്റ്റലിന്റെ റൂമിലിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വൃത്തിയാക്കിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇതായിട്ട് വെച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി ശ്രദ്ധിക്കണ്ട. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മെൻഷൻ ആക്കിയത്. ജസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഈ എൻ്റെ സാഹചര്യം വെച്ചിട്ട് എനിക്കിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ബാഗിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. അപ്പം ഇതിനകത്ത് ആകെ മെയിനായിട്ട് ഒരേ ഒരു കള്ളിയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഏപ്രിനാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വൈറ്റ് കളർ ഏപ്രിനാണ് ഉള്ളത്. പിന്നെ ചുമ്മാ ക്യാഷ്വലായിട്ട് ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ചുമ്മാ എന്തേലും വേണമെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കുഞ്ഞൊരു ബുക്കുണ്ട്. 10-15 രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ബുക്കാണ്. ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആൻസർ പറയാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഇത് ക്ലിനിക്കൽ ഡയറി ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് പോസ്റ്റിങ്ങിന് പോയി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബുക്ക്. പിന്നെ ഒരു ചെറിയൊരു ബുക്കുണ്ട്. ഇത് ലോഗ് ബുക്ക് എന്ന് പറയും. ഇതിനകത്താണ് നമ്മൾ പോസ്റ്റിങ്ങിന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ സൈനൊക്കെ ഇടുന്നത്. പോകുന്ന ഡേറ്റ്, ചെക്ക് ഇൻ ചെയ്യുന്ന സമയം, ചെക്കൗട്ട് ചെയ്യുന്ന സമയവും, നമ്മൾ ഏത് വാർഡിലാണെന്നുള്ളതിൻ്റെ, പിന്നെ ഫാക്കൽറ്റിയുടെ സൈനൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബുക്കുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബുക്കുണ്ട്. ഇത് ജസ്റ്റ് പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ചെറിയൊരു ബുക്കാണ് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ ഏപ്രിലിൻ്റെ പോക്കറ്റിൽ ഇത് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ അങ്ങനൊരു ബുക്കാണ്. പിന്നെ സ്റ്റെപ്പ് ഇതിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പം വലിയ കാര്യത്തിലില്ല. പക്ഷെ എന്നാലും നമ്മളിത് കയ്യിൽ കൊണ്ട് നടക്കണം. ആഷ് കളറാണ്. പിന്നെ ഉള്ളത് ഇതിനകത്ത് വരുന്നതാണ് സ്റ്റെത്തും. അത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് കിട്ടിയത്. ഒരു ബോക്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചത്. ഇതിൻ്റെ ഫുൾ റൗണ്ട് ആയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഹാഫ് സർക്കിളാണ് കിട്ടിയേക്കുന്നത്. അപ്പം അതിൻ്റെ തന്നെ ചെറുതും വലുതൊക്കെ ഉണ്ട്. ഈ ജോയിൻറ്റിൻ്റെ ഒക്കെ റേഞ്ച് ഓഫ് മോഷൻ അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ 2 എണ്ണം. പിന്നെ ഇത് നീ ഹാൻഡ്, ഇങ്ങനെ ജസ്റ്റ് ഇടിച്ച് അങ്ങനെ ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഇതിനെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, ട്യൂണിങ് ഫോർക്ക്. പിന്നെ ഒരു മെഷറിങ് ടേപ്പാണുള്ളത്. ഇതാണ് ഇതിനകത്തുള്ളത്. ഒപ്പം തന്നെ കേക്ക് വെക്കുവാണെങ്കിൽ യൂസ്ഫുള്ളായിരിക്കും. എന്തെങ്കിലും സൗണ്ടിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്തിട്ട് കാണാം കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇത് കയ്യോടെ തിരിച്ചും കയറ്റി വെച്ചേക്കാം, ഇല്ലെങ്കിൽ പിന്നെ അവസാനം എനിക്ക് പണിയാവും. അപ്പം ഇതൊക്കെയാണ് ബാഗിൻ്റെ ഈ കള്ളിയിലുള്ളത്. ബാക്കി അതിനകത്താകെ മെയിനായിട്ട് ഒരു കള്ളി ഉള്ളൂ. അതിനകത്താണ് ഞാൻ എല്ലാ സാധനങ്ങളും ഇടുന്നത്. പിന്നെ വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്തൊരു കുട ഉണ്ടാവാറുണ്ട് കേട്ടോ. മഴയൊക്കെ അല്ലേ. അപ്പം അത് ഞാനിപ്പോൾ ഒന്ന് എടുത്ത് മാറ്റിയതാണ്. ഒരു ആവശ്യത്തിന് കുട എടുത്തു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു കള്ളിയും കൂടി ഉണ്ട്. അവിടെ ഒരു പാഡ് എപ്പോഴും ഉണ്ടാവും.
പൈസ എടുത്തിട്ട് മറന്നുപോയതാ, ATM കാർഡും പൈസ. അപ്പോൾ ഒരു പാഡ് ജസ്റ്റ് ഒരു ഉള്ളിലൊരു സേഫായിട്ട് വയ്ക്കാൻ പറ്റിയൊരു കള്ളിയായിട്ടാണ് അതുള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഒരു കള്ളിയുണ്ട്, ഒരു പശയുണ്ട്, ഒരു പെന്ന്. ഇത് ഞാൻ എക്സ്ട്രാ എന്തായാലും ഇടും. അപ്പം അങ്ങനെ എപ്പോഴും തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരുടെയും ചോദിക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർമ്മ തന്നെ സേഫായിട്ട് കൈ പിടിക്കാറുണ്ട്. പിന്നെ താഴെ ഒരു കള്ളിയും കൂടിയുണ്ട്. കോളേജ് ID കാർഡ്, പിന്നെ പേന, പെൻസില്, ഇറേസർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ്. പോസ്റ്റിങ്ങിന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ബാഗിനകത്തുള്ളത്. അപ്പം ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് കണ്ണിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയത്തുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. പിന്നെന്താ, പിന്നെ ഒന്നുമില്ലാന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബാഗിനകത്തുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയാൻ ഇല്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇടിച്ചു പൊട്ടിക്കുക. ഓക്കെ, ബൈ ബൈ.